ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ അപ്പോൾ നമ്മൾ അടിപൊളി ഗാർലിക് ചിക്കൻ ബ്രസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ക്രീമിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. വണക്കം, ദിസ് ഈസ് Travcup. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ചിക്കൻ. അപ്പോൾ ചിക്കൻ തന്നെ പല പല പീസസ് ഉണ്ട്. അപ്പം കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പീസാണ് ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞങ്ങൾ ഇന്നലെ ഫ്രഷ് ടു ഹോം അവരുടെ ഒരു ആപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു പാക്കറ്റ് ചിക്കൻ ബ്രസ്റ്റ് ഓർഡർ ചെയ്തു. അവരുടെ ക്വാളിറ്റിയും അവരുടെ സർവീസും ഒക്കെ ഭയങ്കര നല്ല സർവീസാണ്. ഭയങ്കര ഓൺ ടൈം ഡെലിവറി ആണ്. പിന്നെ എല്ലാം കെമിക്കൽ ഫ്രീ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫ്രഷ് ടു ഹോം ആപ്പിൻ്റെ ഒരു ഫാൻസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ മേടിച്ച ചിക്കൻ ബ്രസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് ക്രീമി ഗാർലിക് ചിക്കൻ ബ്രസ്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. കുറച്ച് ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ട്. കാര്യം നമുക്കറിയാം ലോക്ക്ഡൗൺ ആണല്ലോ, എല്ലാവരും വീട്ടിലാണ്. അപ്പോൾ എപ്പോഴും ഇറങ്ങിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡിഷ് കാണാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടും. സ്റ്റേ ട്യൂൺഡ്. Travcup. നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ ബ്രസ്റ്റ്. ഞങ്ങളിവിടെ 2 വലിയ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക്, അതേപോലെ തന്നെ ഒരു നാരങ്ങ, ചെറുതായിട്ട് അരിഞ്ഞ സവാള. അതേപോലെ നമുക്കിവിടെ ഒന്നെങ്കിൽ നമ്മൾ 1 കപ്പ് വെള്ളം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ഗാർലിക് നമുക്ക് വേണം. അതേപോലെ ക്രീമും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെർബ്സ്. അത് നിങ്ങൾക്ക് ഒറിഗാനോ, നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഹെർബ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു മിക്സ്ഡ് ഹെർബ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മാജിക് ക്യൂബ്സ്, ചിക്കൻ ഫ്ലേവറുള്ള ഒരു മാഗിയുടെ ഏതെങ്കിലും ഒരു ഫ്ലേവറിൻ്റെ ഒരു മാജിക് ക്യൂബ്സും കൂടെ യൂസ് ചെയ്യാം. കുറച്ച് പെപ്പറും സോൾട്ടും വേണം. ആദ്യം നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിക്കുക. ഒലീവ് ഓയിലാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് ഗാർലിക് ഇടുക. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഗാർലിക് ആ എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ഈ ഗാർലിക് നമ്മൾ എടുക്കണ്ട, ജസ്റ്റ് അത് ഞങ്ങൾ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തിരുന്നത്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പാൻ വെക്കുക. അതിലേക്ക് ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് ബട്ടർ യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ആഡ് ചെയ്യുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ആ വെളുത്തുള്ളിയും ബട്ടറും കൂടി വന്നപ്പോൾ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മണം. സവാളയും നല്ല ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്ത പക്ഷം നമ്മൾ വെള്ളമാണ് ആഡ് ചെയ്തത്. പിന്നെ വെള്ളമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ ക്യൂബ്സ് ഇല്ലേ, മാജിക് മസാലയുടെ ഒക്കെ ക്യൂബ്സ് കിട്ടില്ലേ, അതിൻ്റെ പൊടിയും അതിൻ്റെ കുറച്ചും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഹേർബ്സ്, നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹേർബ്സ് ഇടാം, പാഴ്സ്ലിയോ ഏതാ വെച്ചാൽ. നമ്മളിവിടെ ഒരു മിക്സ്ഡ് ഹേർബ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. ക്രീം ഗാർലിക് ചിക്കൻ ബ്രസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഗാർലിക് ചിക്കൻ ബ്രസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. തന്നെ ഉണ്ടാക്കിയതല്ലേ, നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു ക്രീമൊക്കെ ഇങ്ങനെ വീണിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ നമ്മുടെ ആ ക്രീമിൽ നന്നായിട്ടൊന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. കൊള്ളാം. ഭയങ്കര സ്പൈസി ഒന്നുമല്ല, സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ തരാം. നമ്മളിത് റൈസിൻ്റെ കൂടെയൊക്കെ, ബസ്മതി റൈസൊക്കെയോ പ്ലെയിൻ ബസ്മതി റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ക്രീമിങ്ങിനെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി നമ്മുടെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടുക്കൻ സാധനമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് hit the bell icon to get notification for our next video. This is Travcup. Bye.